السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുള്ള വളരെ വിശാലമായൊരു ഉത്ബോധനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അയ്യുഹൽ വലതു മോനെ ഇഷ്മാ ശിഅ്ത, നീ വിചാരിച്ചതുപോലെ ജീവിച്ചോളൂ, കാരണം ഫഇന്നക മയ്യിത്തുൻ, നീ മരിക്കുന്നവനാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നത് വഅഹ്ബിബ് മൻ ശിഅ്ത, നീ ഇഷ്ടപ്പെടുന്നവരെ നീ സ്നേഹിച്ചോളൂ, ഫഇന്നക മുഫാരിഖുഹു, കാരണം നീ അയാളുമായി വിട പറയുന്നവനാണ്. നീ ആരെ സ്നേഹിച്ചാലും ആ സ്നേഹവുമായി കാലാകാലം നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര വലിയ സ്നേഹവും ഡീപ്പായ ബന്ധവും ആരുമായി നിനക്കുണ്ടായാലും അവരെയൊക്കെ വേർപ്പെടുത്തിക്കൊണ്ട്, വേർപാടിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് നീ അവരിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടവനാണ്. അതായത് നിന്റെ ഭാര്യയെ നീ സ്നേഹിച്ചു, അല്ലെങ്കിൽ മക്കളെ സ്നേഹിച്ചു, മാതാപിതാക്കളെ സ്നേഹിച്ചു, ധനത്തെ സ്നേഹിച്ചു, സ്ഥാനമാനങ്ങളെ സ്നേഹിച്ചു, അങ്ങനെ തുടങ്ങി ഭൗതിക ജീവിതത്തിൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവെങ്കിലും വല്ലാതെ വൈകാതെ നീ അതിനോട് വിട പറയണം. അതായത് നേരത്തെ മരണത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ മറ്റൊരു വകഭേദമാണ് ഈ പറയണത്. നമ്മൾ ഈ ലോകത്ത് എന്തിനോടാണോ നമുക്ക് താല്പര്യം, എന്തിനോടാണോ നമുക്ക് ഇഷ്ടം, ആ ഇഷ്ടമുള്ള സംഗതികളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു. പക്ഷേ അതെല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ സ്നേഹിക്കുന്നതിന് ഒരു പരിധി നിശ്ചയിക്കുകയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വല്ലതുമുണ്ടെങ്കിൽ അതിനെ നമ്മുടെ കൂട്ടുകാരനാക്കാനും നമ്മുടെ പ്രണയിനിയാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കണം എന്നാണ് ഈ ഉത്ബോധനത്തിന്റെ ആകത്തുക. നിങ്ങൾ നോക്കൂ, ഒരു നിർണായകമായ ഘട്ടത്തിൽ നമ്മളെ വിട്ടുപോകുന്ന ആളുകളെ നമ്മൾ ചങ്ങാതിമാരാക്കിയാൽ ആ ചങ്ങാത്തം കൊണ്ട് എന്താണ് ഗുണം? അപ്പൊ ഒരു ഘട്ടത്തിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിലും വിടാതെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ ആ ചങ്ങാതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, യത്ബഉൽ മയ്യിത്ത സലാസ, മൂന്ന് സംഗതികൾ മയ്യത്തിനെ പിന്തുടരും, മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ പിന്തുടരും. ഫയർജു ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, രണ്ടാളുകൾ തിരിച്ചു പോരും, ഒന്ന് അവന്റെ കൂടെ ശേഷിക്കും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബങ്ങളിൽ ചിലരും അവന്റെ സമ്പത്തിലെ ചില ഭാഗങ്ങളും അതേപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളും, അത് മൂന്നും അവന്റെ കൂടെ പോകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ. എന്നിട്ട് ഫയർജു അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും ധനവും ഒക്കെ തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവന്റെ അമല് മാത്രം അവിടെ ബാക്കിയാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ആരും ആവട്ടെ, അവരാരും മരിച്ച് നമ്മൾ ഖബറിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇത്രയും കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചതാണ്, വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്, എനിക്ക് പിരിഞ്ഞിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഈ നമ്മുടെ കൂടെ, നമ്മുടെ ഡെഡ് ബോഡിയുടെ കൂടെ ഖബർ ഷെയർ ചെയ്യാൻ ഒരിക്കലും തന്നെ തയ്യാറാവില്ല. അപ്പോ ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ ഒറ്റപ്പെടലിന്റെ ആ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്നേഹജനങ്ങളെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു എങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്തിനാ? ആ സന്നിഗ്ധ ഘട്ടത്തിലും നമ്മുടെ കൂടെ നിൽക്കുകയും പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്ത നമ്മുടെ അമലിനെ സ്നേഹിക്കണം. അമലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അമലിന്റെ രംഗത്ത് നമുക്ക് സജീവത ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോ സ്നേഹിതന്മാരെ നമുക്ക് പിരിയേണ്ടി വരും എന്ന കണക്കൂട്ടലിൽ രണ്ട് രൂപത്തിലായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, സ്നേഹജനങ്ങൾ പിരിയേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഏതു സമയത്തും നമ്മൾ അവരെ പിരിയേണ്ട ഒരു ഘട്ടത്തെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന കണക്കൂട്ടലോടുകൂടെ ആയിരിക്കണം അവരോട് ബന്ധപ്പെടേണ്ടത് എന്നാണ് ഒരു വശം. അപ്പൊ ആ വശം നമ്മുടെ മുന്നിലുണ്ടായാൽ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ മരിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ മരിച്ചു പോകാം, മാതാപിതാക്കൾ മരിച്ചു പോകാം. അതേപോലെ തന്നെ നമ്മൾ വളരെ സ്നേഹിച്ച നമ്മുടെ സമ്പത്തിന് നഷ്ടങ്ങൾ സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാം,
നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട വാഹനം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ തുടങ്ങി ഏത് വിധത്തിലുള്ള തിരിച്ചടികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായാലും അതിന്നല്ലെങ്കിൽ നാളെ ഞാനുമായി വേർപിരിയേണ്ടതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടായാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ, അള്ളാഹുവിന്റെ ഖലാവ് വരുമ്പോൾ നമുക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം നേരത്തെ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് അതിന്റെ ഒരു വശം. മറ്റൊരു വശം, ഇവരെല്ലാവരും പിരിഞ്ഞു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിരിയാത്ത രൂപത്തിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ ആ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാനുള്ള, ആ സൽക്കർമ്മങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള, ഖബറിൽ എന്റെ കൂടെ ഉണ്ടാവേണ്ട കൂട്ടാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സജീവമാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. എങ്കിൽ ഈ അർത്ഥത്തിൽ ഈ ഉത്ബോധനത്തെ നമ്മൾ എടുത്താൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം എത്ര വലിയ വിശാലമായ ഒരു ആശയമാണ്, എത്ര വലിയൊരു ഉപദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇത് പരമാവധി ആവാഹിക്കാൻ ശ്രമിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അമലുകളെ സ്നേഹിക്കാനുള്ള അവസരം അത് നമുക്കുണ്ടാവണ്ടേ? അത് നമുക്കുണ്ടാവേണ്ടതാണല്ലോ. കാരണം എന്താ? എന്റെ കൂടെ പിരിയാതെ എന്റെ കൂടെ ഉണ്ടാവുന്ന സാധനമാണത്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരിച്ച മനുഷ്യന്റെ ഖബറിലേക്ക് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കയറി വരും. എന്നിട്ട് ഇയാളോട് സലാം പറയും. അപ്പൊ നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യനാണെങ്കിൽ അവൻ വന്ന് സലാം പറയും. സലാം പറയുമ്പോ ആളെ കാണുമ്പോ തന്നെ വല്ലാത്ത സന്തോഷം തോന്നും. അങ്ങനെയുള്ള ചില മുഖം കണ്ടാൽ നമുക്ക് വലിയ ആശ്വാസം, ചിലത് കണ്ടാൽ വല്ലാത്ത അസ്വസ്ഥത. അതൊക്കെ സ്വാഭാവികമായിട്ട് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കണമല്ലേ. എങ്കിൽ പരലോകത്ത് ഖബറിൽ ഏകാന്തതയുടെ അവസ്ഥയിൽ അവൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ കിടക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് കയറി വരാണ് ഒരാൾ, നല്ല സുന്ദരനായിട്ടുള്ള ഒരാൾ ആണ് കയറി വരുന്നത്. അവൻ വന്ന് സലാം പറയുമ്പോ തന്നെ കണ്ടപ്പോ തന്നെ വല്ലാത്തൊരാശ്വാസം, ഏകാന്തതയുടെ ആ വലിയ ഒരു വിഷമത്തിന് പരിഹാരമായതുപോലത്തെ ഒരു ഫീലിംഗ്. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അമൻ അന്തയാ ഹാദാ, ഓ മനുഷ്യ നീ ആരാണ്? നിന്നെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു, താൻ ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ ആ മനുഷ്യന്റെ ഈ ചോദ്യത്തിനുള്ള, ഖബർ കിടക്കുന്ന ആളുടെ ചോദ്യത്തിനുള്ള ഇയാളുടെ മറുപടി, വന്നാളുടെ മറുപടി, അബ്ശിർ നീ സന്തോഷിച്ചോളൂ, അന അമലുക സാലിഹ്, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വന്ന നിന്റെ സുഹൃതങ്ങളാണ്. അഥവാ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നല്ല കാര്യങ്ങളോട് നിനക്ക് വല്ലാത്തൊരു അഭിനിവേശവും താല്പര്യവും ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഖബറിൽ അതിന്റെ ഗുണം കിട്ടുമെന്ന് നീ വിശ്വസിച്ചിരുന്നു. അങ്ങനെ നീ വിശ്വസിച്ച് ചെയ്തിട്ടുള്ള സകലമായ സൽക്കർമ്മങ്ങളെയും ഇങ്ങനൊരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി തന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിന്റെ കൂടെ ഈ ഖബറിലെ ഏകാന്തതയ്ക്ക് കൂട്ടുകാരനായി വരാൻ അല്ലാഹു തആല എന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തില്ല? ഒറ്റപ്പെടലിന്റെ വേദനയില്ല, ആളുകളിൽ നിന്ന് വിട്ടുപോന്നു എന്നതിന്റെ വ്യതയില്ല. അയാളുടെ ജീവിതത്തിൽ ശരിക്കും സന്തോഷം. അവൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം അവന്റെ കൺമുന്നിൽ അവനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ എത്തിയിരിക്കുകയാണ്. അതേസമയത്ത് തിന്മകളെ പ്രണയിച്ചയാളാണെങ്കിലോ, തെറ്റുകളുടെ ലോകത്ത് സ്വൈരവിഹാരം നടത്താനായിരുന്നു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന് താൽപര്യമെങ്കിലോ, അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അടുത്തേക്കും ഒരാൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ആളുടെ കോലം എന്താ? പക്ഷേ അയാളെ കാണുമ്പോൾ ഉള്ള സമാധാനവും കൂടെ പോകും. അങ്ങനെ ഉണ്ടാവില്ല, ചില മുഖം കണ്ടാൽ ഉള്ള സമാധാനവും കൂടെ പോയി കിട്ടും. അത്രയും ബേജാറിന്റെയും വിഷമത്തിന്റെയും അവസ്ഥയിൽ ഖബറിലെ ഏകാന്ത തടവുകാരനായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഈ മനുഷ്യന്റെ വികൃതമായ മുഖം കാണുന്നതോടുകൂടെ ഉള്ള സ്വസ്ഥതയും തകർന്ന ഈ മനുഷ്യൻ ഖബറിൽ കിടന്ന അസ്വസ്ഥതയോടുകൂടെ ചോദിക്കുന്നു, താൻ ആരാണോ? എന്തിനാണ് എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിലേ ഞാൻ സ്വസ്ഥതയില്ലാതെ ഇരിക്കുകയാണ്. അപ്പോ ഒരു വെളുക്ക ചിരിച്ചുകൊണ്ട് ആ വന്ന വികൃതമായ മുഖമുള്ള മനുഷ്യൻ പറയും, അബ്ശിർ നീ സന്തോഷിച്ചോളൂ, നീ ചൂടാവണ്ട, അന അമലുക സൂ, ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാകുന്നു. ഭൂമിയിൽ നീ ജീവിച്ചപ്പോ ഒരുപാട് തിന്മകളെ നീ പ്രണയിച്ചു, തിന്മകളുടെ സഹയാത്രികനായി നീ സഞ്ചരിച്ചു. ഓരോ തെറ്റുകളിൽ നിന്ന് അടുത്ത തെറ്റുകളിലേക്ക് നീ ഊളിയിട്ട് പറക്കാൻ ശ്രമിക്കുമ്പോ ഒരിക്കലും ഈ ഖബറാകുന്ന കല്ലറക്കുള്ളിലുള്ള ഏകാന്ത തടവുകാരനായി നിൽക്കുമെന്ന കാര്യം നീ ചിന്തിച്ചില്ല. അങ്ങനെ നീ ചെയ്തുകൂട്ടിയ സകലമാന തിന്മകൾ, വ്യഭിചാരം, ഖരദൂഷണം, ഏഷണി, അതേപോലെ തന്നെ കള്ളുകുടി, മയക്കുമരുന്നിന്റെ ഉപയോഗം, നിസ്കാരം കള ആക്കൽ, നോമ്പൊഴിവാക്കൽ, മാതാപിതാക്കളെ ചീത്ത പറയൽ,
അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കൽ, അതുപോലെ തന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ തിന്മകളുടെയും സഹയാത്രികനായിരുന്ന, അതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന നീ അന്ന് ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളെയും ഇന്ന് വൃത്തികെട്ട ഒരു മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു തആല രൂപം പ്രാപിപ്പിച്ചുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്താൻ നിന്റെ ഖബറിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്ര അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല, ഖിയാമത്ത് നാൾ വരെ നിന്നെ ശല്യം ചെയ്യാനായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അസ്വസ്ഥതയിലാണ്, ഇപ്പോൾ അത് എത്രയോ ഇരട്ടിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് പകർന്നു കൊടുക്കുമ്പോൾ അതിന്റെ അന്തസത്ത നമ്മൾ ശരിക്കും മുഖവിലക്കെടുക്കേണ്ടത് തന്നെയല്ലേ. ആ വഅമൽ മാശിഇത, നീ വിചാരിച്ചതൊക്കെ നീ പ്രവർത്തിച്ചോളൂ. കാരണം നീ അഹ്ബിബ് മൻ എന്തായിരുന്നു പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിൽ നിന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്, നീ എന്തു തന്നെ വഅമൽ മാശിഇത, നീ വിചാരിച്ചൊക്കെ നീ ചെയ്തോളൂ. പിന്നെ അഹ്ബിബ് മൻ അഹ്ബബ്ത, നീ സ്നേഹിക്കുന്നവരൊക്കെ നീ സ്നേഹിച്ചോളൂ. കാരണം ഫഇന്നക മുഫാരിഖുഹു, നീ അവരുമായിട്ട് വേർപിരിയുന്നവരാണ്. അവ വേർപിരിയുന്നവരാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ശരിക്കും വേർപിരിയാത്ത കൂട്ടുകാരനെ കണ്ടെത്താൻ ശ്രമിക്കണം. അത് നമ്മുടെ സുഹൃതങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ സുഹൃതങ്ങളുടെ ലോകത്ത് സ്വൈരവിഹാരം നടത്തി നമ്മൾ പരമാവധി നന്മകൾ സ്വായത്തമാക്കി ജീവിതം സമ്പന്നമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.